ലൈഫ് പദ്ധതി വീടിന് തുക അനുവദിക്കാനായി കൈക്കൂലി വാങ്ങിയ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ കാരോടിൽ പിടികൂടി. ലൈഫ് പദ്ധതിയുടെ ഉപഭോക്താവിൽ നിന്ന് 2500 രൂപ കൈക്കൂലിയായി വാങ്ങുമ്പോഴാണ് കാരോട് പഞ്ചായത്തിലെ വിഇഒ സന്ദീപിനെ വിജിലൻസ് പിടികൂടുന്നത്. 2025 ലൈഫ് പദ്ധതിയിൽ വീടിനായി അനുവദിച്ച തുക ഗഡുക്കളായി അനുവദിക്കുമ്പോൾ പണം ലഭിക്കുന്നതിന് കൈക്കൂലി വാങ്ങുമ്പോഴാണ് വിഇഒ പിടിയിലാകുന്നത്. ആദ്യ ഗഡുവായ 40,000 ലഭിക്കാൻ 1000-ഉം രണ്ടാമത്തെ ഗഡു 1 ലക്ഷം ലഭിക്കാൻ 1500 രൂപയും നൽകിയിരുന്നു. മൂന്നാം ഗഡുവായ 2 ലക്ഷം ലഭിക്കാനായി 2500 രൂപ നൽകുമ്പോഴാണ് പിടിയിലാകുന്നത്. ഈഞ്ചക്കൽ സ്വദേശിയായ ഇയാൾ 2020 കൊല്ലം ജില്ലയിൽ ജോലി ചെയ്യുമ്പോൾ ഫണ്ട് തിരിമറി നടത്തിയതിനും വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മിഷൻ പദ്ധതിയായി ബന്ധപ്പെട്ട് കാരോട് വിഇഒ സന്ദീപ് ഇന്നേ ദിവസം മൂന്നാമത്തെ ഗഡുവായ 2500 രൂപ കൈമാറുന്നതിനിടയിൽ VACB അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനു മുൻപും ഇയാൾക്ക് പ്രീവിയസ് ഒരു കേസുണ്ട്, കൊല്ലത്ത് കേസുള്ള ആളാണ്. ഇംപ്രോപ്പർ ആയിട്ട് ഓഫീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതായിട്ടാണ് നമ്മൾ ആൻറ്റിസിഡൻസ് എടുത്തപ്പോൾ മനസ്സിലായിട്ടുള്ളത്. തുടർന്ന് മറ്റ് വിശദാംശങ്ങൾ ഇയാളിരുന്ന ഓഫീസുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇനി വരും ദിവസങ്ങളിൽ പരിശോധിച്ച് മറ്റു നടപടികൾ സ്വീകരിക്കുന്നതാണ്. പരാതിക്കാരൻ VACB സമീപിക്കുകയായിരുന്നു. പാവപ്പെട്ടവരുടെ ഭവന പദ്ധതിയിലെ കാശിന് ഇതിനു മുൻപ് 2 ഗഡു വാങ്ങിച്ചിരുന്നു. അത് 40,000 രൂപ അനുവദിക്കുന്നതിന് 500 രൂപയും 1 ലക്ഷം രൂപ അനുവദിക്കുന്നതിന് 1000 രൂപയും 2 ലക്ഷം രൂപ അനുവദിക്കുന്നതിന് 2500. ഇത് മൂന്നാമത്തെ ഗഡുവിലാണ് VACB ട്രാപ്പ് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. എന്ന് കോടതിയിൽ ഹാജരാക്കും? 24 hours തന്നെ ഹാജരാക്കും. തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ സ്ക്വാഡ് 2 ആണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇയാളുടെ പേരിൽ ലഭിച്ചിട്ടുള്ള പരാതികൾ കൂടുതലായി വിജിലൻസ് അന്വേഷിക്കുകയാണ്. വിജിലൻസ് SP ജിജിയും സ്ഥലത്തെത്തിയിരുന്നു.